അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 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 നമ്മൾ റമദാനിലൂടെ അനുഷ്ഠിക്കുന്ന നോമ്പുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, തറാവീഹുകൾ, ഖിയാമുൽ ലൈലുകൾ പടച്ച റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ആമീൻ. 24 മണിക്കൂറും നമ്മെ കാത്തു നിൽക്കുന്ന ആരെങ്കിലും, നമ്മെ ഓർത്തു നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? രാവും പകലും വ്യത്യാസമില്ലാതെ നമ്മെ കാത്തു നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഏതെങ്കിലും തടവറകളിൽ കഴിയുന്ന സഹോദരന്മാരെ തേടിക്കൊണ്ട്, അവരെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവരുടെ മോചനം കാത്ത് കഴിയുന്ന ഭാര്യയോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ഉണ്ടാകാം. പ്രവാസ ലോകത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സഹോദരന്മാരുടെ പ്രിയപ്പെട്ടവരുണ്ടാവാം. പക്ഷെ അവരൊക്കെ രാത്രിയെങ്കിലും ഉറങ്ങുമ്പോൾ ആ ഓർമ്മകളും പ്രതീക്ഷകളും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. രാത്രി ഉറങ്ങുമ്പോഴെങ്കിലും അതൊന്ന് ഒഴിവാവാറുണ്ട്. പക്ഷെ 24 മണിക്കൂറും രാവും പകലും വ്യത്യാസമില്ലാതെ നമ്മെ കാത്തു നിൽക്കുന്ന ഒരാളുണ്ടോന്ന് ചോദിച്ചാല് അങ്ങനെ എളുപ്പത്തിൽ ആരെന്തോ പറഞ്ഞല്ലോ. ഓക്കെ, അതിന് നമുക്ക് ചിലപ്പോ പെട്ടെന്നൊന്നും ഒരു ഉത്തരം കിട്ടൂല. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുത്തു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുത്തു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈലി ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഈ കൈകൾ രണ്ടും ഇങ്ങനെ നീട്ടി നിൽക്കുകയാണ്. എന്തിന്? അത് രാത്രിയിൽ അവൻ അങ്ങനെ നിൽക്കും. പകലിൽ തെറ്റ് ചെയ്ത ആള് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോ അത് സ്വീകരിക്കാൻ വേണ്ടി. വയബ്സുത്തു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. രാത്രി തെറ്റ് ചെയ്ത ആള് പശ്ചാത്തപിച്ച് മടങ്ങുന്ന പ്രതീക്ഷിച്ച് പകൽ സമയത്തും അള്ളാഹു കൈനീട്ടി നിൽക്കും. ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ. എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം സഹോദരന്മാരെ? നമ്മുടെ റബ്ബ് നമ്മെ 24 മണിക്കൂറും നമ്മെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നല്ലേ? അങ്ങനെ തന്നെയല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ ഒരാള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നപ്പോ നമ്മൾ മനസ്സിലാക്കണല്ലോ. അതാണ് നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് നമ്മെ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള നൃത്തം ഈ സമയത്തും ഉണ്ട്. നമ്മൾ തൗബ ചെയ്ത് മടങ്ങാൻ ഇനിയും നമ്മൾ ആരെയാണ് കാത്തു നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. പടച്ചവന്റെ സ്നേഹവും കരുതലും നമ്മൾ ആലോചിച്ച് നോക്കി. അങ്ങനെ ഊണും ഉറക്കവും വിശ്രമമൊന്നും ഇല്ലാതെ ഒരു നമ്മെ നല്ലോണം സ്നേഹിക്കണമെന്ന് പറയുന്ന പടപ്പുകൾ പോലും ഇങ്ങനെയൊന്നും നമ്മെ കാത്തു നിൽക്കൂല. പക്ഷെ അള്ളാഹു നിൽക്കും. കാരണം നമ്മൾ അള്ളാഹുവിന്റെയാണ്, നമ്മൾ പടച്ചവന്റെയാണ്, പടച്ചവന്റെ അടിമകളാണ്, വേറെ ആരതും അല്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് നമ്മളെ അങ്ങനെ ഒഴിവാക്കി വിടാൻ കഴിയൂല. ഒരുപക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും അരുതായ്മകൾ കണ്ടാല്, എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തിന്മ ചെയ്ത് ചീത്തപ്പേരുണ്ടാക്കിയാൽ നമ്മെ വേണ്ടാന്നൊക്കെ പറയും. അവൻ എന്റെ കുട്ടിയല്ല, അവന് ഇനി വീട്ടിന്റെ പടി കയറണ്ടെന്നൊക്കെ പറയും. പക്ഷെ പടച്ചോൻ അങ്ങനെയല്ല. അതാണ് പടച്ചോൻ. ഒരു ഒട്ടകക്കാരന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. മരുഭൂമിയിലൂടെ യാത്ര പോകുന്ന ഒരു ഒട്ടകക്കാരൻ, ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന ആള്. അങ്ങനെ അദ്ദേഹം കുറെ യാത്ര ചെയ്തപ്പോ
ക്ഷീണിച്ചപ്പോ ഒരു മരച്ചുവട് കണ്ടപ്പോ അവിടെ ഇറങ്ങി വിശ്രമിച്ചു. ഒട്ടകത്തെ മേയാൻ വിട്ടു. അദ്ദേഹം ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നോക്കുമ്പോ ഒട്ടകത്തെ കാണുന്നില്ല. നാലുപാടും തെരഞ്ഞു. പക്ഷെ നിരാശയായിരുന്നു ഫലം. ഭക്ഷണവും വെള്ളമൊക്കെ ആ ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഒന്നും ഇറക്കി വെച്ചിട്ടില്ല. അദ്ദേഹം വിശന്നും ദാഹിച്ചും ആ പൊരിവെയിലത്ത് കുറെ അന്വേഷിച്ചു. അവസാനം ദാഹിച്ച് തളർന്ന് അദ്ദേഹം മരണം മുന്നിൽ കാണുകയാണ്. മരിക്കാൻ കിടക്കുകയാണ് അദ്ദേഹം. ആ സമയത്താണ് ആ ഒട്ടകം അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹം കിടക്കുന്നിടത്തേക്ക് എത്തുന്നത്. ഒട്ടകത്തെ കണ്ടപാടെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ട്, അള്ളാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ രക്ഷിതാവുമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അദ്ദേഹം നേരെ തിരിച്ചു പറയാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അത്രയും സന്തോഷം. അദ്ദേഹം പറയുന്നത് എന്താന്ന് മനസ്സിലാക്കി നേരെ ഓപ്പോസിറ്റ് ആയി പോകുന്ന രീതിയിലുള്ള ആഹ്ലാദം അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് റസൂല് പറയുന്നുണ്ട്, ഈ മനുഷ്യന് ആ സമയത്തുണ്ടായ ആഹ്ലാദത്തെക്കാളും വലിയ രീതിയിൽ ആഹ്ലാദിക്കുന്ന ഒരാളുണ്ട്. ഒരടിമ കുറെ വഴിതെറ്റി ജീവിച്ച് അങ്ങനെ തിരിച്ച് അള്ളാഹുവിലേക്ക് വരുമ്പോ അള്ളാഹുവിന് ഈ മനുഷ്യനപ്പോ ഉണ്ടായ ആഹ്ലാദത്തെക്കാളും വലിയ ആഹ്ലാദം ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യന് ആ ജീവൻ, അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും ഒക്കെ തിരിച്ചു കിട്ടിയപ്പോ ഉണ്ടായ ആഹ്ലാദത്തെക്കാളും വലിയ ആഹ്ലാദം ഒരു മനുഷ്യൻ വഴിതെറ്റി നടന്ന് പിന്നെ തിരിച്ചു വരുമ്പോ അള്ളാഹ്ക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞാല് സഹോദരന്മാരെ, സഹോദരിമാരെ, എത്രയാണ് ആ റബ്ബിന്റെ സ്നേഹം. ആ റബ്ബ് നമ്മെ ചൊല്ലി എത്രയാണ് അങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കുന്നത്. എത്ര ആർദ്രതയോടെയാണ് അവൻ നമ്മെ നോക്കി നിൽക്കുന്നുണ്ടാവുക, നമ്മൾ വരുന്നതും കാത്ത്. പരിശുദ്ധ റമളാനില് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുവാൻ, അണഞ്ഞു നിൽക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ റഹ്മത്ത്, കാരുണ്യം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ, അത് തിരിച്ചറിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും പോരായ്മകളൊക്കെ പുറത്തു തന്ന് അവൻ നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.